നമസ്കാരം. ഞാൻ കവാല ശശികുമാർ. ഭാരതീയ ദർശനങ്ങളും വേദാന്ത തത്വങ്ങളും ആത്മീയ വഴികളും സമൂഹത്തിൽ അതാഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യനായിരുന്നു അന്തരിച്ച മുനി ശ്രീ നാരായണ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഗുരുദേവ കൃതികളുടെ വ്യാഖ്യാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സാരാംശങ്ങൾ പറഞ്ഞും ഗുരുദേവ ചിന്തയെ കൃത്യമായി മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരികയിൽ അദ്ദേഹം എഴുതിയ കുറിപ്പുണ്ട്. ആ കുറിപ്പിലുണ്ട് ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ കാണണം എന്ന് ഉള്ള മാർഗനിർദ്ദേശം. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: മനുഷ്യജീവിതത്തിന് വ്യക്തിഗതമായ മാനം മാത്രമല്ല ഉള്ളത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ആധുനിക കാലത്ത് മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം കൂടുതൽ സങ്കീർണമായി വരികയുമാണ്. ഈ സാമൂഹികമായ രംഗത്തിൽ പരിഹാരം കണ്ടെത്തേണ്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന അറിവ് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നില്ല. ജാതിചിന്ത, മതവിദ്വേഷം ഇതൊക്കെ അത്തരം പ്രശ്നങ്ങളിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ എതിരായുള്ള ഒരു പടവാളായി തൻ്റെ സത്യദർശനത്തെ ഉപയോഗിച്ചു എന്നതാണ് നാരായണ ഗുരുവിൻ്റെ പ്രത്യേകത. രാഷ്ട്രീയ വിദ്വേഷത്തെ എങ്ങനെ നേരിടാമെന്നതാണ് ഗുരുവിൻ്റെ കാലത്ത് നിലവിലില്ലാതിരുന്നതും ഇന്ന് നിലവിലുള്ളതുമായ മറ്റൊരു പ്രശ്നം. അക്കാരണത്താൽ ചില ജീവചരിത്രകാരന്മാർ ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവായി വിലയിരുത്തുവാൻ വരെ ഇടയായിട്ടുണ്ട്. എന്നാൽ സത്യദർശിയായ ആധ്യാത്മിക പുരുഷനായിരുന്ന ഗുരുവിൻ്റെ ഉൾക്കാഴ്ച സാമൂഹിക രംഗത്ത് പ്രതിഫലിക്കുക മാത്രമാണ് ചെയ്തത്. മനുഷ്യ സമൂഹത്തിൻ്റെയും അതിൻ്റെ നന്മയെയും തൻ്റെ സത്യദർശനത്തിൽ പ്രായോഗിക പ്രയോജനമായി കാണാൻ കഴിഞ്ഞിരുന്ന ആധ്യാത്മിക പുരുഷനാണ് ഗുരു എന്നതാണ് വാസ്തവം. എന്തായിരുന്നു ഗുരുവിൻ്റെ സത്യദർശനം? എല്ലാ ദാർശനികരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ആത്യന്തികമായി അന്വേഷിക്കുന്നത് ജീവിതത്തെയും പ്രപഞ്ചത്തെയും ഭരിക്കുന്നതും അതിനെല്ലാം ആധാരമായിരിക്കുന്നതുമായ ഏക സത്യം ഏതെന്ന് കണ്ടെത്താനും ആ സത്യം ഈ പ്രപഞ്ചവും ജീവിതവുമായി രൂപം പകർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനുമാണ്. ഉപനിഷത്ത് ഋഷിമാരുടെ ദർശനസരണിയെ പിൻപറ്റി ഗുരു സിദ്ധാന്തിച്ചത് ആ സത്യം ആത്മാവാണ് അഥവാ ബ്രഹ്മമാണ് എന്നാണ്. അത് പൊരുളിൽ അറിവാണ്. ആ അറിവിൻ്റെ മായാവൈഭവത്താൽ അതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുരിവിളയാടലാണ് ഈ പ്രപഞ്ച പ്രതിഭാസം. ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതെന്ന് അറിഞ്ഞിടയണം. അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതെന്ന് അറിഞ്ഞിടയണം. അങ്ങനെയാണ് മുനി നാരായണ പ്രസാദ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നു: ആചാരങ്ങൾ തലമുറയായി നിലനിന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ നിന്നും അതിനെ തുളച്ചു നിൽക്കാൻ പ്രയാസമാണ്. പലതരത്തിലുള്ള ദുർദേവത ആരാധനകൾ, ജന്തുബലി തുടങ്ങിയ മതാചാരങ്ങൾക്കും പ്രസവം, പെൺകുട്ടികൾ നിർമ്മിതിയാകുന്നത്, വിവാഹം, മരണം എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ ധനം ദുർവ്യയം ചെയ്യുന്ന സാമൂഹികമായ കീഴ്വഴക്കങ്ങൾക്കും എതിരെ ഗുരു വില ചൂണ്ടിയത് സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലല്ല, സത്യദർശനത്തിൻ്റെ സാമൂഹിക മൂല്യത്തെ കൂടി കണക്കിലെടുക്കുന്ന ഗുരു എന്ന നിലയിലാണ്. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സമൂലമായി നശിപ്പിക്കുന്ന സാമൂഹിക വിപത്തായ മദ്യത്തിനെതിരെയും ഗുരു ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവായി വ്യാഖ്യാനിച്ചത് ആരാണ്? അതെന്തിനു വേണ്ടിയായിരുന്നു? നാരായണ ഗുരുവിനെ നാരായണൻ എന്നൊക്കെ മാത്രം വിശേഷിപ്പിച്ചിരുന്ന ചില ചിന്തകന്മാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ പോലുമുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ മുനിനാരായണ പ്രസാദ് തുറന്നു വെച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ മുഖമായിരുന്നു, ദർശനമായിരുന്നു. മുനിനാരായണ പ്രസാദിൻ്റെ വിയോഗം ശ്രീനാരായണ ഗുരുവിൻ്റെ നല്ലൊരു വ്യാഖ്യാതാവിനെ നഷ്ടമാക്കിയിരിക്കുന്നു എന്നുള്ളതും പറയേണ്ടതുണ്ട്. നമസ്കാരം.